Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Certificate of Incorporation and its legal effects from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Certificate of Incorporation, Section 7 of Companies Act 2013. A certificate of incorporation is one which certifies that the company is incorporated, that is, registered. It is issued by the Registrar of Companies. It contains the name of the company, the date of its issue, and the signature of the registrar with a seal. This certificate brings the company into existence. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. കമ്പനികാര്യ രജിസ്ട്രാറാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ സർട്ടിഫിക്കറ്റിൽ കമ്പനിയുടെ പേര് കാണും, ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാണും, അതിനകത്ത് രജിസ്ട്രാറുടെ ഒപ്പും സീലും ഒക്കെ കാണും. മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോടുകൂടി ഒരു കമ്പനി നിലവിൽ വരികയാണ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി ജന്മമെടുക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിലൂടെയാണ്. ഇതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. Now let us study the legal effects of the certificate of incorporation. First effect is the company comes into existence and it becomes a legal entity independent from its members. ആദ്യത്തെ ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനി നിലവിൽ വരുന്നു. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കമ്പനി നിലവിൽ വരുന്നു. ആ കമ്പനിക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പ്രത്യേക അസ്തിത്വം ഉണ്ടായിരിക്കും. അത് ആ കമ്പനിയുടെ അംഗങ്ങളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അസ്തിത്വം കമ്പനിക്ക് ഇതിലൂടെ കൈവരുന്നു. ഇതാണ് ആദ്യത്തെ ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലീഗൽ ഇഫക്റ്റ്, സെക്കൻഡ് ലീഗൽ ഇഫക്റ്റ് ഇസ് ദ കമ്പനീസ് ലൈഫ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനിയുടെ ലൈഫ് അല്ലെങ്കിൽ കമ്പനിയുടെ കാലാവധി ആരംഭിക്കുന്നത് തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടുന്നത് മുതലാണ്. ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഏത് ഡേറ്റ് ആണോ വെച്ചിരിക്കുന്നത് ആ ഡേറ്റ് മുതൽ ആ കമ്പനിയുടെ കാലാവധി ആരംഭിക്കുന്നു, അല്ലെങ്കിൽ കമ്പനിയുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് സാധിക്കും. Third legal effect is the company acquires a perpetual succession, that is, it remains in existence forever unless wound up according to the provisions of the Companies Act. In other words, the death, retirement, admission, etc. of the members of the company does not affect its existence. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ കമ്പനിക്ക് ലഭിക്കുന്ന മൂന്നാമത്തെ ലീഗൽ ഇഫക്റ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ മൂന്നാമത്തെ ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് കമ്പനിക്ക് ഒരു പെർപ്പച്വൽ സസഷൻ, ആ ഒരു സ്റ്റാറ്റസ് ലഭിക്കുന്നു. എന്താണ് പെർപ്പച്വൽ സസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപ്പച്വൽ സസഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ഫോർ എവർ എന്നാണ് പെർപ്പച്വൽ സസഷൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് ഒരിക്കലും അവസാനമില്ല, അത് എന്നും നിലനിൽക്കും. പിന്നെ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം, ആനുകൂല്യ പ്രകാരം വൈൻഡപ്പ് ചെയ്യണം, അടച്ചു പൂട്ടുകയാണെങ്കിൽ മാത്രം കമ്പനി അവസാനിക്കുന്നു, അല്ലെങ്കിൽ ഒരിക്കലും ഒരു കമ്പനി അവസാനിക്കുന്നില്ല. അതാണ് കമ്പനിക്ക് പെർപ്പച്വൽ സസഷൻ ലഭിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. മറ്റു വാക്കുകൾ പറഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ മരണമോ അവരുടെ റിട്ടയർമെൻറ്റോ പുതിയ ആൾക്കാർ വരുന്നതോ ഇതൊന്നും തന്നെ കമ്പനിയെ ബാധിക്കാറേ ഇല്ല. കമ്പനിയിൽ മെമ്പേഴ്സ് പുതുതായിട്ട് വരും, ചിലർ റിട്ടയർ ചെയ്ത് പോകും, ചിലർ മരണപ്പെട്ടു പോകും. ഇതൊന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതേയില്ല. കമ്പനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇറ്റ് ഹാസ് പെർപ്പച്വൽ സസഷൻ, മീൻസ് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതാണ് മൂന്നാമത്തെ ലീഗൽ ഇഫക്റ്റ്. Fourth legal effect is the memorandum and articles of association become binding upon the company and all its members. നാലാമത്തെ ലീഗൽ ഇഫക്റ്റ്, കമ്പനിക്ക് ഉണ്ടാകുന്ന ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ സുപ്രധാന രേഖകളായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ബൈൻഡിങ് ആവുകയാണ്. ബൈൻഡിങ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മേലും അതിൻ്റെ മെമ്പേഴ്സിൻ്റെ മേലും നിയമബാധ്യത കമ്പനിക്ക് കൈവരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കമ്പനിക്ക് ബാധ്യതയുണ്ട്,
ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും കമ്പനിയുടെ മേലും കമ്പനിയുടെ അംഗങ്ങളുടെ മേലും ചില നിയമപരമായിട്ടുള്ള ബാധ്യതകൾ സൃഷ്ടിക്കുന്നു. അതാണ് ബൈൻഡിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഫിഫ്ത്ത് ലീഗൽ ഇഫക്റ്റ് ഇസ് the liability of the member of the limited company becomes limited. Thus, on issue of certificate of incorporation, the company comes into existence with all the characteristics. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ലിമിറ്റഡ് കമ്പനിയുടെ അംഗങ്ങളുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ലിമിറ്റഡ് കമ്പനിക്ക് വേണ്ടുന്നുള്ള എല്ലാ സവിശേഷതകളും കൂടിയുള്ള ഒരു നിലനിൽപ്പാണ് കമ്പനിക്ക് കൈവരുന്നത്. ഇതാണ് കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ലഭിച്ചതിന് ശേഷമുള്ള ലീഗൽ ഇഫക്ട്സ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ലീഗൽ ഇഫക്ട്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ? I hope all of you understood the topic Certificate of Incorporation and its legal effects quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.